താലി ഭാഗം 2. കത്തിച്ചു വെച്ച നിലവിളക്ക് മനസ്സ് നിറഞ്ഞ ചിരിയോടെയും സന്തോഷത്തോടെയും ജയന്തി അഞ്ജുവിന് നേരെ നീട്ടിയപ്പോൾ അവരെ നോക്കി നിഷ്കളങ്കമായൊരു പുഞ്ചിരിയോടെ പ്രാർത്ഥനയോടെ അവൾ അത് കയ്യിൽ വാങ്ങി പതിയെ വലതുകാൽ വെച്ച് ഒരിക്കൽ കൂടെ ആ വീട്ടിൽ കയറി. അവൾക്കൊപ്പം അവനും. പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അരികിൽ നിൽക്കുന്നവൻ്റെ സാമീപ്യത്തിൽ വിറകൊള്ളുന്ന ഹൃദയവുമായി എന്ത് പ്രാർത്ഥിക്കണമെന്നറിയാതെ അവൾ ആ വിഗ്രഹത്തിലേക്ക് നോക്കി നിന്നു. ശേഷം ആദ്യം പുറത്തിറങ്ങി പോയവനെ അനുഗമിച്ചുകൊണ്ട് അവളും ഇറങ്ങിയപ്പോൾ കണ്ടു ഹാളിൽ തങ്ങളെ കാത്തെന്ന വണ്ണം നിൽക്കുന്നവരെ. കൂട്ടത്തിൽ കല്ലിച്ച മുഖത്തോടെ നിൽക്കുന്ന സൗദാമിനിയെയും ശ്രുതിയെയും കാണെ അവളുടെ മുഖം മങ്ങിപ്പോയി. മോളെ അമ്മു, ഏട്ടത്തിയെ ഏട്ടൻ്റെ മുറിയിലേക്ക് കൊണ്ടാക്കൂ. മോൾക്കാകെ ക്ഷീണമാവുന്നുണ്ടാവും. അവളിലെ അസ്വസ്ഥത അറിഞ്ഞ പോലെ ജയന്തി പറഞ്ഞപ്പോൾ അത്രയും നേരം ഒന്നും മിണ്ടാതെ സോഫയിലിരുന്ന സൗദാമിനിയും ശ്രുതിയും ചാടി എഴുന്നേറ്റു. എന്നാൽ ഞങ്ങൾ ഇറങ്ങുക. ഇവിടെ ഇനി പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. ഡ്രൈവർ ഇപ്പോൾ വരും. അലസമായി പറയുന്നവരെ നോക്കി ബാലനും ജയന്തിയും ഒന്ന് തലയാട്ടിയതല്ലാതെ അവരെ പിടിച്ചു നിർത്താനോ അല്ലെങ്കിൽ 2 വാക്ക് പറയാനോ നിന്നില്ല. അഞ്ജുവിനെ ഒന്ന് നോക്ക പോലും ചെയ്യാതെ അവർ രണ്ടുപേരും ഇറങ്ങിപ്പോയപ്പോൾ അമ്മു വേഗം അഞ്ജുവിൻ്റെ കൈയും പിടിച്ച് മുകളിലേക്ക് സ്റ്റെയർ കയറിപ്പോയി. അതൊന്ന് നോക്കിക്കൊണ്ട് സിദ്ധു ഫോണുമായി സെറ്റിയിലിരുന്നപ്പോൾ ബാലനും ജയന്തിയും തങ്ങളുടെ മുറിയിലേക്ക് പോയി. ഹോ, എന്നാലും എന്ത് ഫാമിലിയാണ് തൻ്റെ ആദർശ്. ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനെ. ഏട്ടൻ കല്യാണം കഴിച്ച് വേണ്ടെന്ന് പറഞ്ഞ പെണ്ണിനെ കെട്ടാൻ നിന്ന അനിയനും അവനെ പൂർണ്ണ സപ്പോർട്ട് ചെയ്യുന്ന കുടുംബവും. നന്നായിട്ടുണ്ട്. ആദർശിൻ്റെ മുറിയിലിരുന്ന് അവനോട് ഇത്തിരി നീരസത്തോടെ പറയുകയാണ് ഡയാന. എന്നാൽ അവൻ്റെ ചിന്ത അഞ്ജുവിലായിരുന്നു. സിദ്ധുവിനോടുള്ള വാശിയിൽ പണ്ട് മുതലേ അവന് സ്വന്തമായത് ഇഷ്ടമുള്ളതൊക്കെ തട്ടിപ്പറിച്ചെടുക്കുന്നത് പോലെയായിരുന്നു നീലാഞ്ജന എന്ന അഞ്ജുവുമായുള്ള തൻ്റെ വിവാഹം. അമ്മു പോലും അറിയാതെ അവൻ്റെ മനസ്സിൽ അവൾ ഉണ്ടെന്നറിഞ്ഞ നിമിഷം തന്നെ താനത് വേറൊരു രീതിയിൽ തനിക്കവളെ ഇഷ്ടമാണെന്ന നിലയിൽ അച്ഛനും അമ്മയ്ക്കും മുന്നിൽ അവതരിപ്പിച്ചു. തൻ്റെ വാക്കുകൾ അവർക്ക് അത്രമേൽ സന്തോഷം നൽകിയത് കൊണ്ടല്ലേ എത്രയും പെട്ടെന്ന് വിവാഹത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. കല്യാണത്തിന് അഞ്ജുവിൽ നിന്ന് കൂടി സമ്മതം കിട്ടിയപ്പോൾ അച്ഛൻ വഴി സിദ്ധു അറിഞ്ഞ നിമിഷം അവൻ്റെ കണ്ണിൽ വിരിഞ്ഞ വേദനയെ അത്യധികം സന്തോഷത്തോടെയായിരുന്നു താൻ നോക്കിക്കണ്ടത്. അഹങ്കാരമായിരുന്നു തനിക്ക്. അവനെ വേദനിപ്പിക്കുമ്പോൾ മനസ്സിലുണ്ടാവുന്നൊരു ആനന്ദമായിരുന്നു ആ ദിവസങ്ങളിൽ. ഒടുക്കം വിവാഹത്തിന് പോലും പങ്കെടുക്കാതെ ഒഫീഷ്യൽ മീറ്റിംഗ് ഉണ്ടെന്ന പേരിൽ ഒരാഴ്ച മുന്നേ വീട്ടിൽ നിന്നിറങ്ങി അവൻ പോയപ്പോൾ മനസ്സിലായി സിദ്ധ് മഹേശ്വറിൽ നീലാഞ്ജന അത്രമേൽ പതിഞ്ഞു പോയൊരു പ്രണയമാണെന്ന്. അന്നും യാതൊരു തരത്തിലുള്ള കുറ്റബോധം തോന്നിയിരുന്നില്ല. എന്നാൽ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി മുതൽ മനസ്സിലായി ഒരു ഭാര്യ എന്ന രീതിയിൽ ഒരിക്കലും അഞ്ജുവിനെ കാണാനാവില്ല എന്ന്. അവളോട് മിണ്ടാനോ നേരെ ചൊവ്വെ നോക്കാനോ പോലും ആവുന്നില്ല. അതൊരു പക്ഷേ തൻ്റെ സങ്കല്പങ്ങളിലുള്ളൊരു പെണ്ണല്ല അവളെന്ന് തോന്നിയത് കൊണ്ടാവും. ആ ഒരു ചിന്ത ഉള്ളിലുള്ളത് കൊണ്ട് തന്നെയാണ് തൻ്റെ എക്സ് ഗേൾഫ്രണ്ടായ ഡയാനയെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ അവളോടടുത്തതും അവളെ മാരി ചെയ്യാൻ തീരുമാനിച്ചതും എല്ലാം. മോഡേണായി നടക്കുന്ന ഏത് ഫംഗ്ഷനിലും അന്തസ്സോടെ കൊണ്ടുപോകാൻ പറ്റിയവളെ കയ്യിൽ കിട്ടിയ സന്തോഷത്തിലായിരുന്നു അഞ്ജുവിനെ ഡിവോഴ്സ് ചെയ്യാമെന്ന് കരുതിയത്. എല്ലാത്തിനുമുപരി സിദ്ധിനോടുള്ള ദേഷ്യം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു അവളെ വിവാഹം ചെയ്തത്. അത് കഴിഞ്ഞല്ലോ എന്നുള്ള ചിന്തയും. അങ്ങനെയൊക്കെ ആലോചിച്ചാണ് അവളുടെ വല്യമ്മയെയും വിളിച്ചു വരുത്തിക്കൊണ്ട് വീട്ടിൽ കാര്യം അവതരിപ്പിച്ചത്. ആദ്യമൊന്ന് എല്ലാവരും ദേഷ്യപ്പെടുമെങ്കിലും പതിയെ പതിയെ ഡയാനയെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുമെന്നൊരു ചിന്തയായിരുന്നു ഉള്ളിൽ നിറയെ. പക്ഷേ സിദ്ധ്, അവൻ്റെ ഈ പ്രവൃത്തി തന്നെ ആകെ ഞെട്ടിച്ചു കളഞ്ഞു. അവന് മുന്നിൽ ജയിക്കാൻ വേണ്ടി താൻ ചെയ്തതൊക്കെ തനിക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്നത് പോലെ ആദർശിന് തോന്നി. അസ്വസ്ഥതയോടെ അവൻ കൈകൾ കൂട്ടി തിരുമ്മി. ഹേയ് ആദർശ്, താൻ എന്താലോചിച്ച് നിൽക്കുക? ഐ ആം സ്റ്റാർവിങ്. നമുക്ക് താഴെ പോയി എന്തെങ്കിലും കഴിക്കാം. എന്തായാലും ഇവിടെയുള്ളവർ ആരും നമ്മളെ വിളിക്കുമെന്ന് തോന്നുന്നില്ല. അമർഷത്തോടെ ഡയാന പറഞ്ഞപ്പോൾ അവനും അത് ശരിയെന്ന് തോന്നി. പക്ഷേ താഴേക്കിറങ്ങി പോകാൻ മനസ്സ് വരുന്നില്ല. അച്ഛനെയും അമ്മയെയും അമ്മൂനെയും ഫേസ് ചെയ്യുക എന്നതിലുപരി സിദ്ധിനെയും അവൻ്റെ താലി അണിഞ്ഞു നിൽക്കുന്ന അഞ്ജുവിനെയും കാണാനാവില്ല. കമോൺ ആദർശ്, ഇതിനു മാത്രം എന്താലോചിച്ച് നിൽക്കുക താൻ? ഡോർ തുറന്ന് തന്നെയും കാത്ത് അക്ഷമയോടെ നിൽക്കുന്ന ഡയാനയുടെ സ്വരം വീണ്ടും ചെവിയിലേക്ക് ഓടിയെത്തിയപ്പോൾ വേറെ വഴിയില്ലാതെ ആദർശ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവൾക്കൊപ്പം ചെന്നു.
അഞ്ജുവും അമ്മുവും കൂടി ഡൈനിങ് ടേബിളിലേക്ക് ഭക്ഷണം എടുത്ത് വെക്കുമ്പോഴാണ് ആദർശും ഡയാനയും അവിടേക്ക് വരുന്നത്. അവരെ ഇരുവരെയും ഒന്ന് നോക്കിക്കൊണ്ട് അമ്മു ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് നടന്നപ്പോൾ അവർക്കൊപ്പം അഞ്ജുവും ചെന്നു. അവളുടെ മുഖം കണ്ടിട്ട് ഒരു തരത്തിലുള്ളൊരു സങ്കടവുമില്ലല്ലോ. അതെന്താ അങ്ങനെ? ഡയാന ഇരിക്കൂ. അതേസമയം മുറിയിൽ നിന്നിറങ്ങി വന്ന ബാലനെ കാണെ ആദർശ് വേഗം പറഞ്ഞപ്പോൾ അയാൾ വന്നിരുന്നതിന് ശേഷം ഇരുവരും ചെന്നിരുന്നു. ബാലനാണെങ്കിൽ അങ്ങനെ 2 പേർ മുന്നിൽ വന്നിരുന്നത് പോലും ശ്രദ്ധിക്കാതെ അടുക്കളയിലേക്ക് നോട്ടം എറിഞ്ഞിരിക്കുകയാണ്. അച്ഛാ, എന്നോട് ക്ഷമിക്കച്ഛാ. അഞ്ജു അവളെ ഭാര്യയായി കാണാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാ. വെറുതെ അവളുടെ ജീവിതം നശിക്കണ്ടല്ലോ എന്ന് കരുതിയാ ഞാൻ. അങ്ങനൊരു ചിന്ത നിനക്ക് അവളുടെ കഴുത്തിൽ താലി ചാർത്തുന്നതിന് മുമ്പ് ഉണ്ടാവണമായിരുന്നു ആദർശ്. എന്തിനായിരുന്നു നീ ആ പാവത്തിന് ആശ കൊടുത്തത്? നിന്റെ സങ്കല്പത്തിലുള്ളൊരു പെണ്ണല്ല അവളെങ്കിൽ എന്തിനു നീ അവൾക്ക് വേണ്ടി ഞങ്ങളുടെ മുന്നിൽ വാശി പിടിച്ചു? ഗൗരവത്തിൽ അതിനേക്കാളേറെ ദേഷ്യത്തിൽ അയാൾ ചോദിച്ചപ്പോൾ ഉത്തരമില്ലാത്തതുപോലെ ആദർശിൻ്റെ തല കുനിഞ്ഞു. പിന്നെയും അവനോടെന്തോ പറയാനായി അയാൾ വന്നപ്പോഴാണ് അടുക്കളയിൽ നിന്ന് വരുന്നവരെ കണ്ടത്. അമ്മു എന്തോ പറഞ്ഞതിന് പതുങ്ങിയൊരു പുഞ്ചിരി നൽകിക്കൊണ്ടുവരുന്ന അഞ്ജുവിനെ വാത്സല്യത്തോടെ ഒന്ന് നോക്കിക്കൊണ്ടയാൾ പുഞ്ചിരിച്ചു. മോളെ അമ്മു, പോയി ഏട്ടനെ വിളിച്ചു കൊണ്ടുവാ. സമയം ഒരുപാടായി. ഭക്ഷണം കഴിച്ചു കിടക്കാം. ബാലനടുത്തായി തലതാഴ്ത്തിയിരിക്കുന്ന ആദർശിനെയും അഹങ്കാരത്തോടെ ഇരിക്കുന്ന ഡയാനയെയും ഒന്ന് നോക്കിക്കൊണ്ട് ജയന്തി പറഞ്ഞപ്പോൾ അമ്മു വേഗം തലകുലുക്കിക്കൊണ്ട് സ്റ്റെയറിനടുത്തേക്ക് ഓടി. മോളെന്താ നോക്കി നിൽക്കുന്നത്? അവിടെ ഇരിക്കൂ. ജയന്തിക്കരികിൽ കണ്ണു കാണിച്ചുകൊണ്ട് ബാലൻ പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ അഞ്ജു അയാളെ നോക്കി പതിയെ ഒന്ന് ചിരിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. കുറച്ചു നേരത്തിന് ശേഷം താഴേക്കിറങ്ങി വന്ന സിദ്ധിൻ്റെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് അമ്മുവും വന്നിരുന്നതും നിശബ്ദമായവർ ഭക്ഷണം കഴിച്ചു തുടങ്ങി. ആ സമയമൊക്കെയും ചെറിയൊരു പിടപ്പോടെ അഞ്ജുവിൻ്റെ മിഴികൾ സിദ്ധിനെ തേടി പോകുന്നുണ്ടായിരുന്നു. ഈശ്വരാ, എന്താണ് ആ മനസ്സിൽ എന്നീ നിമിഷം വരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. സഹതാപമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനൊരു തീരുമാനം പെട്ടെന്ന് എടുക്കുമോ, അല്ലെങ്കിൽ ബാലച്ചനും അമ്മയും എല്ലാവരുടെയും മുന്നിൽ നാണം കെടുന്നത് കണ്ടു നിൽക്കാൻ ആവാത്തത് കൊണ്ടാവും. എന്താണെങ്കിലും ആ മനസ്സിൽ എന്താണെന്നൊന്ന് സംസാരിച്ച് മനസ്സിലാക്കണം. ആളുടെ ഉള്ളിലും വേറൊരു പ്രണയമുണ്ട് എന്നാണെങ്കിൽ സന്തോഷത്തോടെ തന്നെ ഒഴിഞ്ഞു പോയി കൊടുക്കണം. പക്ഷേ അങ്ങനെ ചെയ്താൽ ഞാൻ പിന്നെ എവിടെ പോവും? വല്യമ്മയുടെ അടുത്ത് എന്തായാലും പോവാൻ പറ്റില്ല. അങ്ങനെ പോയാൽ ആ രഘു എന്നയാൾ എന്നെ പിടിച്ചു കൊണ്ടുപോകും. എന്ത് ചെയ്യും ഈശ്വരാ? ഒരു വഴി പറഞ്ഞു തരണേ. ഏട്ടത്തി. തോളിൽ തട്ടിക്കൊണ്ടുള്ള അമ്മുവിൻ്റെ വിളിയിലാണ് അഞ്ജു ചിന്തകളിൽ നിന്നുണർന്നത്. ഞെട്ടിക്കൊണ്ട് മുന്നോട്ട് നോക്കി അവൾ ഒഴിഞ്ഞു കിടക്കുന്ന ടേബിൾ കണ്ടപ്പോൾ ചമ്മലോടെ അമ്മുവിനെ നോക്കി. ചമ്മണ്ട, എല്ലാവരും കഴിച്ചെഴുന്നേറ്റ് പോയിട്ട് കുറച്ചായി. വന്നേ. വേഗം കൈയൊക്കെ കഴുകി അമ്മയുടെ മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് അഞ്ജു തലയാട്ടിക്കൊണ്ട് എഴുന്നേറ്റ് അവൾക്കൊപ്പം അടുക്കളയിലേക്ക് ചെന്നു. സിദ്ധു. ദേഷ്യം നിറഞ്ഞ ആദർശിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ബാൽക്കണിയിൽ എന്തോ മെയിൽ ചെക്ക് ചെയ്തിരുന്ന സിദ്ധ് തല ചരിച്ചുകൊണ്ട് അവനെ നോക്കി. അങ്ങനെ അവസാനം എല്ലാം നീ വിചാരിച്ചിടത്ത് തന്നെ എത്തിയല്ലേ? സന്തോഷമായില്ലേ നിനക്ക്? മനസ്സിലായില്ല. അവസാനം നിനക്ക് നിന്റെ പെണ്ണിനെ കിട്ടിയല്ലേ? ദേഷ്യത്തിലും അമർഷത്തിലും ആദർശ് പറയുന്നത് കേട്ട് സിദ്ധ് ഒന്ന് നെറ്റിയൊഴിഞ്ഞു. ശേഷം അവനെ നോക്കി. നിനക്കൊരു കാര്യം അറിയോ ചേട്ടാ? നമുക്ക് വിധിച്ചത് എന്താണെങ്കിലും എവിടെയാണെങ്കിലും വളരെ വൈകിയാണെങ്കിലും നമുക്കരികിൽ തന്നെ എത്തിച്ചേരും. നിലയുടെ പാതി ഞാനാണ്, നീ അവളെന്നിലേക്ക് എത്തിച്ചേരാനുള്ളൊരു നിയോഗവും. വല്ലാത്തൊരു ഗൗരവത്തിൽ സിദ്ധ് പറയുന്നത് കേട്ട് ആദർശ് കോപത്തോടെ മുഷ്ടി ചുരുട്ടി പിടിച്ചപ്പോൾ അവരുടെ സംസാരം കേട്ട ബാൽക്കണി വാതിൽക്കൽ നിന്നിരുന്ന അമ്മു ഞെട്ടലോടെ വായ പൊത്തിക്കൊണ്ട് അവിടെ നിന്നും മറഞ്ഞു നിന്നു.